മഴക്കാലത്തും നല്ല തണുപ്പുള്ള സമയത്തും കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണാക്കി കുക്കർ അടുപ്പിൽ വെച്ച് കഴുകി വെച്ചിരിക്കുന്ന അരിയും കുതിർത്ത ചെറുപയറും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വേവിച്ചെടുക്കുക. നന്നായി വെന്തിരിക്കുന്ന അരിയുടെയും ചെറുപയറിൻ്റെയും മിശ്രിതത്തിൽ നമുക്കിനി തേങ്ങയുടെ മിശ്രിതവും കൂടെ ചേർക്കാം. തേങ്ങയും ജീരകവും നന്നായി അരച്ച് അതൊരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇനി തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. തേങ്ങാപ്പാലും ജീരകപ്പൊടിയും മിക്സ് ചെയ്തത് ചേർക്കാം. ഇനി അത് അല്ല എങ്കിൽ തേങ്ങയും ജീരകവും കൂടെ നന്നായി അരച്ച് ആ മിശ്രിതം ഇതിൽ ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കാനായി പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യും കടുകും ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളക് 3 ഇട്ട് നന്നായി വറുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന അരി ചെറുപയർ മിശ്രിതത്തിലേക്ക് നമുക്ക് ചേർത്ത് സ്റ്റൗ ഓഫ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടാനായി 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ആ പാത്രം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു വളരെ ഹെൽത്തി യമ്മി ആയിട്ടുള്ള കഞ്ഞി റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.